ഹായ് സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാസ്കൽ ലോ ആണ് പഠിച്ച് നിർത്തിയത്. ഇനി പഠിക്കാൻ പോകുന്നത് പ്രഷർ വേരിയേഷൻ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാസ്കൽ ലോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ, എല്ലാ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണ്? ഈക്വൽ ആണെന്നാണ് പഠിച്ചത് അല്ലേ? ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യണ ഒരു പോയിന്റിൽ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിലുള്ള ഒരു 3 സൈഡാണ് നമ്മളെടുത്ത്. എക്സ് വൈ സൈഡിലുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാം ഈക്വൽ ആണെന്ന് പഠിച്ചത്. ഇനി നമ്മളിവിടെ നോക്കുന്നത് പ്രഷർ വേരിയേഷൻ ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആണ്. അത് റെസ്റ്റിലുള്ള ഫ്ലൂയിഡ്, അതായത് സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി ഫ്ലൂയിഡിൽ പ്രഷർ വേരിയേഷനാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് തന്നെ ഒരു ലോ ആണ് പറയുന്നത്. ആ ലോയുടെ പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയും. അത് പറയുന്നത് ഇങ്ങനെയാണ്: റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ഏതും ആവാം, വാട്ടർ ആവാം, പെട്രോൾ ആവാം, ഡീസൽ ആവാം, വാട്ടെവർ ആവാം, എന്തും ആവാം. നമ്മളിപ്പോൾ ഇവിടെ വാട്ടർ കൺസിഡർ ചെയ്യണം. അപ്പോൾ വാട്ടർ ആണ് എടുക്കണമെങ്കിൽ അതൊരു സ്റ്റേഷനറി കേസിലാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എടുക്കണം. അത് വാട്ടർ എടുത്തു, ഒരു ബീക്കർ എടുത്തു, ബീക്കറിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റിക് ആണ് അല്ലേ? അപ്പോൾ ആ ബീക്കറിൽ ഒരു സെർട്ടൈൻ ഹൈറ്റിലായിരിക്കുമല്ലോ നമ്മൾ വാട്ടർ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ സെർട്ടൈൻ ഹൈറ്റിൽ ഡെപ്തിലോട്ട് പോകും തോറും, വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് പോകും തോറും ഇപ്പോൾ വാട്ടർ സർഫസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ കാണിക്കാം. ഇങ്ങനെ നമ്മളൊരു ബീക്കർ കൺസിഡർ ചെയ്തു. ദെൻ ഇതിനകത്തൊക്കെ ഫ്ലൂയിഡ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. ഇതാണ് അതിൻ്റെ ടോപ്പ് ലെവലിൽ നിന്ന് ഇമാജിൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെയൊക്കെ ഫ്ലൂയിഡ് ഉണ്ട്. ക്ലിയർ? ഇപ്പോൾ ഈ ഹൈറ്റ് സെഡ് എന്ന് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സെഡ് ഹൈറ്റിൽ ഇപ്പോൾ കണ്ടെയ്നറിൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ ഏറ്റവും സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ഫ്രീ സർഫസ് ആണ്. ഇത് ടോപ്പിലുള്ളത് അറ്റ്മോസ്ഫിയറായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുള്ള സർഫസാണ്. ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. ദെൻ ഇതിന് താഴും തോറും എന്ത് ചെയ്യുന്ന പറയണത്? പ്രഷർ ഇൻക്രീസ് ചെയ്യും എന്നാണ് പറയണത്. ഓക്കെ, അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ എന്തിന് ഈക്വൽ ആണെന്നാണ് പറയണത്? സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് വെയ്റ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയണത്. എന്താണത്? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ആണ് പറയണത് അല്ലേ? സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് എന്താണ്? വെയ്റ്റ് ബൈ വോളിയം ആണ് അല്ലേ? അതിന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡെറൈവ് ചെയ്തപ്പോൾ എന്താണ്? സ്പെസിഫിക് വെയ്റ്റ് W=ρg എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു ഡെറിവേഷൻ നോക്കുന്നത്. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ലോ ഞാൻ പറഞ്ഞിരുന്നു. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എന്താണ്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ഇൻ എ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു എന്താണ്? സ്പെസിഫിക് വെയ്റ്റ് ഓഫ് ദ ഫ്ലൂയിഡ്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ്. നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്തു. ഒരു സ്റ്റേഷനറി ഫ്ലൂയിഡാണ്. ഇമാജിൻ ഇതൊരു ബീക്കറാണ്. ബീക്കറിനകത്ത് നമ്മൾ സ്റ്റേഷനറി ഫ്ലൂയിഡ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യാം. അതിൽ ഇതാണ് ടോപ്പ് സർഫസ് കാണില്ല. ഇതാണ് എന്ത്? ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ്. ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സർഫസ്. നമ്മളിപ്പോൾ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ മേലെ നിൽക്കുന്ന വെള്ളം അല്ല, കവർ ചെയ്ത് നിറഞ്ഞ് മേലെ നിൽക്കുന്ന വെള്ളമില്ല, ആ ടോപ്പ് സർഫസിനെയാണ് എന്ത്? ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഇവിടെ നമ്മൾ വാട്ടറാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇത്രയും ഈ വാട്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ വാട്ടറാണ്. ഈ വാട്ടറിനകത്ത് നമ്മൾ ഈ സ്റ്റാറ്റിക് ഫ്ലൂയിഡിനകത്ത് ഞാനൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ സിലിണ്ടറിക്കൽ എലമെൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. ആ എലമെൻറ്റിന് ഞാൻ പേര് കൊടുത്തു ABCD എന്ന് കൊടുത്തു. ക്ലിയർ? ദെൻ ഈ ഫ്രീ സർഫസ് ഓഫ് ഫ്ലൂയിഡ് തൊട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്ത എലമെൻ്റ് ഉണ്ടല്ലോ, ABCD എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ടല്ലോ, അതിലെ ഈ AB എന്ന് പറയുന്നത് എലമെൻറ്റിൻ്റെ ടോപ്പ് ഫേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നു. DC എന്ന് പറയുന്നത് നമ്മൾ എലമെൻറ്റിൻ്റെ ബോട്ടം ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഫ്രീ സർഫസ് ഓഫ് ഫ്ലൂയിഡ് തൊട്ടിട്ട് ഈ ടോപ്പ് ഫേസ് AB വരെയുള്ള ഡിസ്റ്റൻസിനെ Z എന്ന് കൊടുത്തു. ക്യാപിറ്റൽ ലെറ്റർ Z എന്ന് കൊടുത്തു. ഓക്കെ, Z എന്ന് കൊടുത്തു. ദെൻ ഈ ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡിൽ നിന്ന് ഈ വെർട്ടിക്കലി താഴോട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ Z എന്നാണ് എടുത്തിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഈ ഫ്രീ സർഫസ് മുതൽ ടോപ്പ് ഫേസ് ഓഫ് ദ എലമെൻറ്റ് AB വരെയുള്ള ഡിസ്റ്റൻസ് Z എന്ന് കൺസിഡർ ചെയ്തു. ദെൻ ഈ എലമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫ്ലൂയിഡിനെ തന്നെ ഒരു ഫ്ലൂയിഡ് എലമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വാട്ടർ ഉണ്ട്. ഈ വാട്ടറിനകത്ത് നമ്മളൊരു സിലിണ്ടറിക്കൽ ഫ്ലൂയിഡ് എലമെൻ്റാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ABCD എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിന് ഏരിയ ഉണ്ട്. ഈ ABCD എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൻ്റെ ഏരിയ ഉണ്ട്. ആ എലമെൻറ്റിൻ്റെ ഏരിയനെ എന്തെന്ന് കൺസിഡർ ചെയ്തു?
ഡെൽറ്റ എ എന്ന് കൺസിഡർ ചെയ്തു. കാര്യം മനസ്സിലാവുണ്ടോ? ഈ എലമെൻ്റ് ഉണ്ട്, ഈ എലമെൻറ്റിൻ്റെ ഏരിയനെ എന്തെന്ന് കൺസിഡർ ചെയ്തു? ഡെൽറ്റ എ എന്ന് കൺസിഡർ ചെയ്തു. ക്ലിയർ? ഓക്കെ. ദെൻ ഈ എലമെൻറ്റിൻ്റെ ഡെപ്ത് ഉണ്ട് അല്ലെങ്കിൽ ഹൈറ്റ് ഉണ്ട്, എലമെൻറ്റിൻ്റെ ഹൈറ്റ് ഉണ്ട്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ ഡെൽറ്റ സെഡ് എന്നും കൺസിഡർ ചെയ്തു. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. ഡെറിവേഷനിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പ്രഷർ ഫോഴ്സസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലേ. എന്തൊക്കെ ഫോഴ്സസ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ് എലമെൻറ്റ്? ഈ ഫ്ലൂയിഡ് എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ. പ്രഷർ ഫോഴ്സസ് ആക്ട് ചെയ്യും, ദെൻ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെൻറ്റും ഉണ്ടാവും. രണ്ട് ഫോഴ്സസ് ആണ് മേജറായിട്ട് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സ്റ്റാറ്റിക് ഫ്ലൂയിഡിനകത്തൊരു ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ട് ആ ഫ്ലൂയിഡ് എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ മെയിൻലി പ്രഷർ ഫോഴ്സ് ഉണ്ടാവും, ആ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ വെയിറ്റും ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് പ്രഷർ ഫോഴ്സ് ഉണ്ടാവുക? മേലെ ടോപ്പ് ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ ബോട്ടം ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഉണ്ടാവും, ലെഫ്റ്റ് ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. ഇത് കൂടാതെ എന്താണ്? ഈ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് എപ്പോഴും എങ്ങനെയാണ്? വെയിറ്റ് ആക്ട്സ് ഡൗൺവേർഡ് അല്ലേ, ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വെയിറ്റ് ആക്ട് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. കാരണം സെയിം ഡിസ്റ്റൻസിലാണ് അല്ലേ, സെയിം ഡെപ്തിലാണ് ഉള്ളത് അല്ലേ. ഇവിടെ നിന്നുള്ള ഡെപ്ത് എല്ലാം സെയിം ആണ്. അതുകൊണ്ട് തന്നെ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അത് ക്യാൻസൽ ആയിട്ട് പോകും. ഈ ടോപ്പ് ഫേസിലുള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ടോപ്പ് ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും? ഇവിടെ നമ്മൾ എലമെൻറ്റ് കൺസിഡർ ചെയ്ത് ആ എലമെൻറ്റ് ടോപ്പ് ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ പ്രഷർ ആക്ട് ചെയ്യുക? നോർമലായിട്ടാണ് ആക്ട് ചെയ്യുക. നോർമൽ ഇൻ ദ സെൻസ് ആ ടോപ്പ് ഫേസിന് AB എന്ന് പറഞ്ഞ ഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് പ്രഷർ ആക്ട് ചെയ്യുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ പ്രഷർ എന്താണ്? P ആണ് AB എന്ന് പറഞ്ഞ ഫേസിൽ. അപ്പോൾ പ്രഷർ ഫോഴ്സ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രഷർ ആക്ടിങ് ഓൺ ദാറ്റ് ഫേസ് ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് ഫേസ്. ക്ലിയർ? അപ്പോൾ ഏരിയ ഓഫ് ദ ഫേസ് എന്താണ്? ഡെൽറ്റ എ ആണ്. അത് നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ. ഏരിയ ഓഫ് ദ എലമെൻറ്റ് എന്താണ്? ഡെൽറ്റ ആണ്. അപ്പോൾ അത് തന്നെയല്ലേ ഈ ഫേസിൻ്റെ ഏരിയ ഡെൽറ്റ എ ആണ്. സോ പ്രഷർ ഫോഴ്സ് ഓൺ ദ ടോപ്പ് ഫേസ് AB എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? P ഇൻറ്റു ഡെൽറ്റ എ എന്ന് എഴുതാം. ക്ലിയർ? അതേപോലെ പ്രഷർ ഫോഴ്സ് ഇൻ ദ ബോട്ടം ഫേസിലുള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ത്? ലോ എന്താ പറഞ്ഞത്? ഈ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പോകുമ്പോൾ എന്താണ്? പ്രഷർ ഇൻക്രീസ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്ത എലമെൻ്റ് ആണിത്. അപ്പോൾ എലമെൻറ്റിൻ്റെ ടോപ്പ് ഫേസിലുള്ള പ്രഷർ എന്ന് പറയുന്നത് P ആണെന്ന് നമ്മൾ എടുത്തു. ക്ലിയർ? അപ്പോൾ അതിൻ്റെ പ്രഷർ ഫോഴ്സ് P ഇൻറ്റു ഡെൽറ്റ എ എന്ന് എടുത്തു നമ്മൾ. അപ്പോൾ അതേപോലെ ബോട്ടം ഫേസിലുള്ള പ്രഷർ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ബോട്ടം ഫേസിലുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ ഈ ഡെൽറ്റ സെഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സെഡ് ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡെപ്ത് ഉണ്ട്. ഡെൽറ്റ സെഡ് ഡെപ്തിലാണ് ഈ ബോട്ടം ഫേസ് കിടക്കുന്നത്. അപ്പോൾ പ്രോബബിളി എന്താണ്? താഴോട്ട് വരുമ്പോൾ എന്താണ്? പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പോൾ പ്രഷർ ഇപ്പോൾ AB എന്ന് പറയുന്ന പോയിൻ്റുള്ള പ്രഷർ ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഈ ഓരോ പോയിൻറ്റ്സിൽ എന്താണ്? പ്രഷർ ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രഷർ, ആദ്യത്തുള്ള പ്രഷർ പ്ലസ്, ദെൻ ഇത് പ്ലസ് എല്ലാം കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് വരിക? പ്രഷർ വരിക ഈ ബോട്ടം ഫേസിൽ കിട്ടുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഉള്ള പ്രഷർ പ്ലസ് ദെൻ ഇവിടെയുള്ള പ്രഷർ എല്ലാത്തിൻ്റെയും സമ്മായിരിക്കും, കൂടിയിട്ടുള്ള പ്രഷർ ആയിരിക്കും നമുക്ക് എന്ത് ബോട്ടം ഫേസിൽ കിട്ടുക. കാര്യം മനസ്സിലായ? കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഈ എലമെൻറ്റിൻ്റെ ലെങ്ത് എത്രയാണ്, അതായത് ഡെപ്ത് എത്രയാണ്, അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? ഡെൽറ്റ സെഡ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെയുള്ള AB എന്ന് പറഞ്ഞ ഫേസിലുള്ള പ്രഷർ, അതായത് P ആണ്, P പ്ലസ് ഈ ലെങ്ത്തിൽ ഈ എലമെൻറ്റിൻ്റെ ഡിസ്റ്റൻസിന് എന്ത് ചെയ്താൽ മതി? പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബോട്ടം ഫേസിലുള്ള പ്രഷർ കിട്ടും. ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വളരെ. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ ചില ഡെറിവേഷനുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ്, ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ P ഈ ടോപ്പ് ഫേസിലുള്ള ഈ DC എന്ന് പറഞ്ഞ ഫേസിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടോപ്പ് ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്ന P ഉണ്ടാവും. അതിൻ്റെ കൂടെ ഈ ഡെൽറ്റ സെഡ് ലെങ്ത്തിലുള്ള പ്രഷറും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഡെൽറ്റ സെഡ് ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ, അതായത് ഇവിടെ മുതൽ ഇതുവരെ ആക്ട് ചെയ്യുന്ന പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കും? കാരണം AB എന്ന് പറഞ്ഞ ഫേസിലുള്ള പ്രഷർ P എന്ന് കിട്ടി. ദെൻ അതിൻ്റെ താഴെ മുതൽ ഈ DC വരെയുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്? ഇത് ഡോ P by dou Z ഇൻറ്റു ഡെൽറ്റ സെഡ്. ഓർത്ത് വയ്ക്കുക. കാരണം പ്രഷറാണ് കണ്ടുപിടിക്കുന്നത്. സോ ഡെറിവേറ്റീവ് ഓഫ് പ്രഷർ വിത്ത് റെസ്പെക്ട് ടു Z, ഡോ P by dou Z
ഇൻറ്റു എന്തിനെയാണ് ചെയ്യണത്, നമ്മൾ ഈ ലെങ്ത്തിനെയല്ലേ ചെയ്യണത്, അതുകൊണ്ട് ഡെൽറ്റ സെഡ്. കാര്യം മനസ്സിലായ? ഓക്കെ. അപ്പോൾ ഈ ബോട്ടം ഫേസ് ഡി സി എന്ന് പറയുന്ന അവിടെ, അല്ലെങ്കിൽ സി ഡി എന്ന് പറയുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയാം, പി പ്ലസ് ഡോ പി ബൈ ഡോസ്. അതായത് ഇവിടെയുള്ള പ്രഷറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു ഏതാണ്, ഈ ഡിസ്റ്റൻസ് ആണ്, സെഡ് ആണ്, ഇൻറ്റു എന്താ ചെയ്യണം, ആ ലെങ്ത്തിന്, ഡെൽറ്റ സെഡ്. ക്ലിയർ? അപ്പോൾ അപ്പോൾ പ്രഷർ ഫോഴ്സ് കാണണമെങ്കിൽ എന്താ ചെയ്യുക, പ്രഷർ ആക്ടിങ് ഓൺ ദിസ് ഫേസ്, അതായത് പ്രഷർ ആക്ടിങ് ഓൺ ദ ഫേസ് ഡി സി ഇൻറ്റു ഏരിയ ഓഫ് ദാറ്റ് ഡി സി, ഏരിയ എന്താണ്, ഡെൽറ്റ എ ആണ്. സോ പി പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ എ. ക്ലിയർ? ഓക്കെ. ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ എഴുതിയ പ്രഷർ എങ്ങനെ എഴുതിയെന്നുള്ളത്. ഓക്കെ. ദെൻ നമ്മൾ അടുത്തത് നോക്കാം. ഇവിടെ ഈ പറയുന്നത് നമ്മൾ ആ ലോ ഡിസ്കസ് ചെയ്തു, അത് തന്നെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ആ പോയിന്റിലുള്ള സ്പെസിഫിക് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡിന് ഈക്വൽ ആയിരിക്കും, മസ്റ്റ് ബി ഈക്വൽ ആണ് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഡെൽറ്റ എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ എലമെൻ്റ് ആണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള എലമെൻറ്റിൻ്റെ ഏരിയ ആണ് ഡെൽറ്റ എന്ന് എടുത്തത്. ഈ എലമെൻറ്റിൻ്റെ ഹൈറ്റിനെ ഡെൽറ്റ സെഡ് എന്ന് എടുത്തു. ഈ ടോപ്പ് ഫേസ് എ ബിയിലുള്ള പ്രഷറിനെ പി എന്ന് എടുത്തു. സെഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഫ്രീ സർഫസ്, അതായത് ഫ്രീ സർഫസ് ഓഫ് ലിക്വിഡ് തൊട്ടിട്ട് ഈ ഫ്ലൂയിഡ് എലമെൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് സെഡ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ദെൻ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് പറഞ്ഞ കാര്യമാണ്. ഫ്ലൂയിഡ് എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, പ്രഷർ ഫോഴ്സും ഉണ്ടാവും, വെയിറ്റും ഉണ്ടാവും അല്ലേ. പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഷർ ഫോഴ്സ് ഓൺ എ ബിയിലുള്ള പ്രഷർ ഫോഴ്സ്. അതെങ്ങനെ കാണാം, പ്രഷർ ഓൺ എ ബി ഇൻറ്റു ഏരിയ ഓഫ് എ ബി, ഇപ്പോൾ പി ഇൻറ്റു ഡെൽറ്റ എ ആണ് അല്ലേ. ആൻഡ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ ഫേസ് എ ബി ഇൻ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. പ്രഷർ എപ്പോഴും എന്താണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ. ഏത് ഫേസിലാണോ പ്രഷർ കാണേണ്ടത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ. അപ്പോൾ പ്രഷർ ഫോഴ്സ് ഓൺ സി ഡി അല്ലേ, സി ഡി അല്ലെങ്കിൽ ഡി സി വാട്ട് എവർ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കൺവീനിയൻറ്റ് അതുപോലെ പറയാം. അതെന്ന് പറയുമ്പോൾ പി പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ എ ആണ്. ക്ലിയർ അല്ലേ? അവിടെയും പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്നത്. ബോട്ടം ഫേസിൽ എങ്ങനെയാണ്, വെർട്ടിക്കലി അപ്വേർഡാണ്, അപ്വേർഡ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യണം, അതൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെൻറ്റ് അല്ലേ, രണ്ട് ഫോഴ്സസ് ആയി. ദെൻ എന്താണ്, വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് എലമെൻറ്റ്, ഈ എലമെൻറ്റിൻ്റെ വെയിറ്റ് ഉണ്ടാവും അല്ലേ. വെയിറ്റ് എപ്പോഴും എന്താണ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുക. വെയിറ്റ് കാണാൻ എങ്ങനെയാണ്, വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, പാസ്കൽ ലോയിൽ പറഞ്ഞു മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ്. മാസിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. സോ ഡെൻസിറ്റി ഇൻറ്റു ജി ഇൻറ്റു വോളിയം എന്ന് വരും. ഡെൻസിറ്റി ജി. ഈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എലമെൻറ്റ് ഫ്ലൂയിഡ് എലമെൻറ്റ് വോളിയമാണ്. ഫ്ലൂയിഡ് എലമെൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സിലിണ്ടറിക്കൽ എലമെൻ്റ് ആണെന്ന്. സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. ഇവിടുത്തെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഡെൽറ്റ എ ആണ്. ഡെൽറ്റ എ ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ സെഡ് ആണ്. സോ ഡെൽറ്റ എ ഇൻറ്റു ഡെൽറ്റ സെഡ്. ക്ലിയർ? ദെൻ പറഞ്ഞു പ്രഷർ ഫോഴ്സസിൻ്റെ കേസിൽ തന്നെ എ ഡി ബി സി എന്ന് പറഞ്ഞ സൈഡിലുള്ള പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുകയാണ്. ഫോർ ഇക്വിലിബ്രിയം ഓഫ് എ ഫ്ലൂയിഡ് എലമെൻറ്റ്, ഇക്വിലിബ്രിയത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളെടുത്തുണ്ട് വി ഹാവ് എന്താ ചെയ്യുക, ഇക്വിലിബ്രിയം കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്വേർഡ് ഡയറക്ഷൻ ഈക്വൽ ടു ഡൗൺവേർഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ എല്ലാം കൂടി ഇക്വിറ്റി ആണ് അല്ലേ. അപ്പോൾ പി ഡി എ, അതായത് പ്രഷർ ഫോഴ്സ് ആണ് എ ബിയിലുള്ള എന്താണ്, പി ഇൻറ്റു ഡെൽറ്റ എ, അത് താഴോട്ടുള്ളത് ഞാൻ പോസിറ്റീവ് എടുത്തു. ദെൻ മൈനസ് സി ഡിയിലുള്ള പ്രഷർ ഫോഴ്സ് അല്ലേ, അത് അപ്വേർഡ് ഡയറക്ഷൻ, അപ്പോൾ മൈനസ് ആയി. പി പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡെൽറ്റ എ പ്ലസ് ദെൻ വെയിറ്റ് നമ്മളാണ് താഴോട്ട് ആക്ട് ചെയ്യുക, അപ്പോൾ അതുകൊണ്ട് പ്ലസ് സൈൻ റോ ജി ഇൻറ്റു ഡെൽറ്റ സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഇതിനെ സോൾവ് ചെയ്യുക എന്താണ്, ഇവിടെ എന്താ ചെയ്യുന്നത്, പി പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് ഇൻറ്റു ഡെൽറ്റ എ അല്ലേ. ഡെൽറ്റ ഇതിന് കോമൺ അല്ലേ, ഇപ്പോൾ ഡെൽറ്റ ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഇവിടെ പി ഡെൽറ്റ എ മൈനസ് പി ഡെൽറ്റ എ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് ഡെൽറ്റ ഇങ്ങോട്ട് വരും, ഡെൽറ്റ എ പ്ലസ് റോ ജി ഡെൽറ്റ സെഡ്. ഇവിടെ ഡെൽറ്റ സെഡ് എന്നുണ്ട് കേട്ടോ. ദെൻ ഇത് സോൾവ് ഇവിടെ പി ഡെൽറ്റ എ ക്യാൻസൽ ആയിപ്പോയി. സോ റിമൈനിങ് ആയിട്ടുള്ളത് മൈനസ് ഡോ പി ബൈ ഡോ സെഡ് ഡെൽറ്റ എ പ്ലസ് റോ ജി ഡെൽറ്റ സെഡ് വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ. അടുത്തെന്താണ്, ഈ മൈനസ് സൈൻ മാറ്റിക്കളയാണ്. മൈനസ് സൈൻ മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ പി ബൈ ഡോ സെഡ് ഡെൽറ്റ സെഡ് ഇൻറ്റു ഡെൽറ്റ എ വിച്ച് ഈസ് ഈക്വൽ ടു റോ ജി ഡെൽറ്റ സെഡ്. ക്ലിയർ അല്ലേ. ഇത് ഈക്വൽ ടു അങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതിയതാണ്, മൈനസ് നെഗറ്റീവ് മാറ്റി. ഇപ്പോൾ എന്താ ചെയ്യുക, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡെൽറ്റ എ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡെൽറ്റ സെഡ് ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. സോ റിമൈനിങ് ആയിട്ട് വരുന്നത് എന്താണ്, ഡോ പി ബൈ ഡോ സെഡ് ഈക്വൽ ടു ഈ റോ ജി എന്ന് മാത്രമാണ് വരുന്നത്. ഈ റോ ജി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പെസിഫിക് വെയിറ്റ് ആണ് അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട്, ഡബ്ല്യു. ക്ലിയർ? ഓക്കെ. ദെൻ നമ്മൾ ചെയ്യണു ഇത്
ഇത് ഞാനിവിടെ ഇക്വേഷൻ 1 ഒന്ന് കൊടുക്കുകയാണ്. ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു എന്നിരിക്കട്ടെ. ദെൻ ഇക്വേഷൻ 1 സ്റ്റേറ്റ് ചെയ്യണു. എന്താ സ്റ്റേറ്റ് ചെയ്യണത്? ഇക്വേഷൻ 1 സ്റ്റേറ്റ്സ് ദാറ്റ് rate of increase of pressure in a vertical direction is equal to weight density of the fluid at that point. അല്ലേ, റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ ആണ് ഡോ പി ബൈ ഡോ സെഡ് അല്ലേ. ഇൻക്രീസ് ഓഫ് പ്രഷർ ആണ് ഇൻ എവിടെ വെർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷൻ, ആ ഡയറക്ഷൻ ആണ് സെഡ് ഡയറക്ഷൻ അല്ലേ, ഡൗൺവേർഡ്. അത് ഈക്വൽ ടു എന്താണ്? വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. അതായത് സ്പെസിഫിക് വെയിറ്റിന് പറയുന്ന വേറെ പേരാണ് എന്ത്? വെയിറ്റ് ഡെൻസിറ്റി. ഓക്കെ, അതായത് നമ്മളൊരു സ്റ്റാറ്റിക് ഫ്ലൂയിഡ് എടുത്തിട്ട് ആ സ്റ്റാറ്റിക് ഫ്ലൂയിഡിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എടുത്തു, ഇത് ബീക്കർ എടുത്തു, ഇതിങ്ങനെ ഫ്ലൂയിഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഫ്രീ സർഫസ് ആണെങ്കിൽ ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തു. ഈ ഒരു പോയിന്റിലുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പോയിന്റിൽ പ്രഷർ കാണണമെങ്കിൽ ഇതിൽ ഈ പോയിന്റിലുള്ള റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഈ ഫ്ലൂയിഡിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള സ്പെസിഫിക് വെയിറ്റിന് ഈക്വൽ ആണെന്നാണ് പറയണത്. ക്ലിയർ? ആ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ആ ലോ ഇവിടെ പറഞ്ഞു. ദെൻ അടുത്തത് ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 എഴുതിയിട്ടിട്ടുണ്ട്. നമ്മൾ ഇക്വേഷൻ 1 എഴുതി അല്ലേ, ഇക്വേഷൻ 1 എഴുതിയിട്ടുണ്ട്. സോ ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ദ എബോവ് ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 1നെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇക്വേഷൻ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ. ഇക്വേഷൻ 1നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഇക്വേഷൻ 1 നമ്മൾ അവിടെ എന്ത് എഴുതിയത്? ഇപ്പോൾ ഡോ പി ബൈ ഡോ സെഡ് ഈക്വൽ ടു റോ ജി എന്നാണ് എഴുതിയത്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഡി പി ഈക്വൽ ടു അല്ലെങ്കിൽ ഡോ പി ഈക്വൽ ടു റോ ജി ഡി സെഡ് എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അതവിടെ ചെയ്തിട്ടുള്ളത്. അതിവിടെ ചെയ്യുമ്പോൾ എന്താണ്? ആ ഡോ സെഡിന് എന്ത് ചെയ്തു? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കിട്ടും. ഇവിടെ ഡെൽറ്റ സെഡ് എന്നുണ്ട്, അല്ലെങ്കിൽ ഡി സെഡ് എന്നുണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ഇവിടെ സെഡ് മാത്രമല്ല, ഇവിടെ എന്തുണ്ട്? ഡി സെഡ് എന്നാണ്. ഞാൻ ഇവിടെ അപ്പോഴേ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ വരുന്നത് ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ ഡി പി ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ജി ഡി സെഡ് എന്നാണ്. ക്ലിയർ? അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക അല്ലേ? ഡി പിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? പി ആണ് അല്ലേ. ഇവിടെ റോ ജി കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ ഡോ സെഡിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? അല്ലെങ്കിൽ ഡി സെഡിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സെഡ് എന്ന് വരും. അപ്പോൾ പി ഈക്വൽ ടു എന്താണ്? റോ ജി സെഡ് എന്ന് കിട്ടി. സോ ഇതാണ് എന്ത്? ഇക്വേഷൻ. എന്തിൻ്റെ? പ്രഷർ കാണാനുള്ള ഇക്വേഷൻ. എവിടെ? സ്റ്റേഷനറി ഫ്ലൂയിഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡെപ്ത്, ഏതെങ്കിലും ഒരു സെർട്ടൻ ഹൈറ്റിൽ കാണണമെങ്കിൽ, പ്രഷർ കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷനാണ് എന്ത്? പി ഈക്വൽ ടു റോ ജി സെഡ് എന്ന് പറയുന്നത്. അതിൽ ഈ റോ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഓക്കെ, അതാണ് വേർ പി ഈസ് ദ പ്രഷർ എബോവ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആൻഡ് സെഡ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ഫ്രം ഫ്രീ സർഫസസ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ആ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഞാൻ ബീക്കർ വരച്ച് പറഞ്ഞില്ല, അതിലെനിക്ക് എത്ര ഡെപ്ത് ആണോ വേണ്ടത് ആ ഡെപ്തിലുള്ള ഹൈറ്റ് ആയിരിക്കും ഈ സെഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ യൂഷ്വലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹൈറ്റ് ആണ് അല്ലേ, ഹൈറ്റ് സെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി H ആണ് എടുക്കുക. അപ്പോൾ ഈ പി ഈക്വൽ ടു റോ ജി സെഡ് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് എളുപ്പം ഇങ്ങനെ പറയണതായിരിക്കും: പി ഈക്വൽ ടു റോ ജി H എന്ന് പറയണതായിരിക്കും. H എന്ന് പറഞ്ഞാൽ നത്തിങ് എന്താണ്? ഇവിടെ കാണിച്ച ഡെപ്ത് തന്നെയാണ്. ഓക്കെ, സെഡ് തന്നെയാണ്. ക്ലിയർ? സോ ഇതാണ് നമ്മൾ എന്ത് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് ഇപ്പോൾ ഞാൻ ഈ പി ഈക്വൽ ടു റോ ജി സെഡ് എന്ന് പറയുന്നത് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രം ഇക്വേഷൻ 2, ഈ ഇക്വേഷൻ 2-ൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ പി ഈക്വൽ ടു റോ ജി സെഡ് എന്നല്ലേ, ഇതിന് ഞാൻ സെഡ് ഈക്വൽ ടു, സെഡ് എന്നല്ല ഡെപ്ത്, സെഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എഴുതുമ്പോൾ എന്താ വരിക അല്ലേ? സെഡ് ഈക്വൽ ടു എന്താണ്? റോ ജി അങ്ങോട്ട് പോകില്ല, അപ്പോൾ പി ബൈ റോ ജി എന്ന് എഴുതാം. ക്ലിയർ? അതിൽ ഈ സെഡിനെയാണ് എന്തെന്ന് പറയണത്? സെഡ് ഈസ് കാൾഡ് എന്ത്? പ്രഷർ ഹെഡ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രഷർ ഹെഡാണ് ഇതിലുള്ള ഈ H അല്ലെങ്കിൽ സെഡ് അല്ലേ, ഞാൻ എന്തെന്ന് പറയാം? പ്രഷർ ഹെഡ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? ഇപ്പം നമ്മളിവിടെ സെഡ് എന്നുള്ള ടൈം വരാൻ കാരണം നമ്മളവിടെ ഡെപ്ത് എന്താണ്? സെഡ് എന്നാണ് കൺസിഡർ ചെയ്തത്. ഇൻസ്റ്റെഡ് ഓഫ് സെഡിന് പകരം നമ്മൾ H ആണ് കൊടുത്തതെങ്കിൽ ഇവിടെ H എന്ന് കിട്ടും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഹൈറ്റ് H എന്നൊക്കെ ഇട്ടിട്ട് ഇക്വേഷൻ പി ഈക്വൽ ടു റോ ജി
സെഡിന് പകരം നമ്മൾ യൂഷ്വലി ചെയ്താൽ പി ഈക്വൽ ടു റോ ജി ഹെച്ച് എന്നാണ്. അതിൽ ഈ ഹെച്ച് ആണ് എന്ത്, ഹെച്ചിനെ പറയുന്ന പേരാണെന്ത്, ഹൈറ്റാണ്, ഹൈറ്റ് ഓഫ് ഫ്ലൂയിഡ് ഫ്രം ഫ്രീ സർഫസ് ആണ്. ബട്ട് അതിന് പറയും എന്താണ്, പ്രഷർ ഹെഡ് എന്ന് പറയും. പ്രഷർ ഹെഡ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, പി ബൈ റോ ജി ആണ് കേട്ടോ. പി ബൈ റോ ജി എന്ന് പറയുന്ന ടേമാണ് എന്ത്, പ്രഷർ ഹെഡ്. അതിൽ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൽ സെഡിനെ പറയണ എന്ത്, നമ്മൾ പ്രഷർ ഹെഡ് എന്നുള്ളത്. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഈ പ്രഷർ ഹെഡിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്ററിൽ തന്നെയാണ് കിട്ടുക. ക്ലിയർ? ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഇത് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.